ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിലെ പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള 365 ദിവസവും പടക്കങ്ങൾ കിട്ടുന്ന 2 കടകളുണ്ട്. അപ്പോൾ ദീപാവലിക്കുള്ള ഹരിത പടക്കങ്ങളുടെ വിൽപ്പന തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ 2025 ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹരിത പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്താണ് ഹരിത പടക്കങ്ങളെന്ന് നമുക്ക് നോക്കാം. സാധാരണ പടക്കങ്ങൾ 160 ഡെസിബൽ സൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ ഹരിത പടക്കങ്ങൾക്ക് 110 ഡെസിബൽ സൗണ്ടാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പുക കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം പടക്കങ്ങളിൽ ബേറിയം നൈട്രേറ്റ് പോലുള്ള വിഷവസ്തുക്കൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. അപ്പോൾ ഹരിത പടക്കങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഗ്രീൻ ക്രാക്കർ ലോഗോ അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ മലിനീകരണവും ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കളുമൊക്കെ മനസ്സിലാക്കാം. ഇനി ഹരിത പടക്കങ്ങൾ പൊട്ടിക്കുവാനുള്ള സമയം രാത്രി 8 മണി മുതൽ 10 മണി വരെയുള്ള 2 മണിക്കൂർ സമയമാണ്. അതുപോലെ തന്നെ നിശബ്ദ മേഖലകളായ ആശുപത്രികൾ, കോടതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ നിശബ്ദ മേഖലകളുടെ 100 മീറ്റർ ചുറ്റളവിൽ പടക്കം പൊട്ടിക്കുവാനായിട്ട് പാടുള്ളതല്ല. ഇനി പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മൾ പാലിക്കാത്ത ചില മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. തുറസായ സ്ഥലങ്ങളിൽ മാത്രമാണ് പടക്കം പൊട്ടിക്കാൻ അനുവാദമുള്ളത്. പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തിന് സമീപം 1 ബക്കറ്റ് വെള്ളമോ മണലോ കരുതുക. സുരക്ഷയ്ക്കായിട്ട് ഷൂ, കണ്ണട എന്നിവ ഉപയോഗിക്കുക. ഇറുകിയ കോട്ടൺ തുണികൾ ധരിക്കുക. ഓല ഷെഡുകൾ, വൈക്കോൽ എന്നിവയ്ക്ക് സമീപം പടക്കം ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞവ ഉടൻ തന്നെ വെള്ളമോ മണലോ ഉപയോഗിച്ച് നിർവീര്യമാക്കുക. പടക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീടിൻ്റെയും ജനലുകളുടെയും വാതിലുകൾ അടച്ചിടുക. കുട്ടികൾ പടക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ ചെയ്യുക. കത്തിച്ച് വെച്ച വിളക്കുകളോ ചന്ദനത്തിരികളോ പടക്കങ്ങൾക്ക് സമീപം വയ്ക്കരുത്. കുട്ടികളെ പരമാവധി അകലേക്ക് മാറ്റി നിർത്തുക. പടക്കങ്ങൾ കത്തിച്ച് പുറത്തേക്ക് എറിഞ്ഞു കളിക്കരുത്. അടച്ചു വെച്ച കണ്ടെയ്നറുകളിനുള്ളിൽ പടക്കം ഉപയോഗിക്കരുത്. പറക്കുന്ന രീതിയിലുള്ള പടക്കങ്ങൾ ഇടുങ്ങിയ സ്ഥലത്ത് വെച്ച് പൊട്ടിക്കരുത്. പടക്കങ്ങൾ ഉപയോഗിച്ച് പൊള്ളലുണ്ടാകുന്ന ഭാഗത്ത് 10 മിനിറ്റോളം ധാരാളം തണുത്ത വെള്ളം ധാരയായിട്ട് ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. അങ്ങനെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ഈ ദീപാവലി നമുക്ക് അപകടരഹിതമായിട്ട് ആഘോഷിക്കാം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ.